പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനും അഘോരി സന്യാസിയുമായ അഘോരി ബാവയുടെ ഏറെ ശ്രദ്ധേയമായൊരു പ്രവചനമാണ് 2024 കോടീശ്വര പദവിയിലേക്കെത്തുന്ന നക്ഷത്ര ജാതകർ. ഇതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മുൻപൊരു വീഡിയോയിലും ഞാൻ പങ്കുവച്ചിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുന്നതിനും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ നോക്കാം, കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. 2024 ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒരു നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്ര ജാതകർ. ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർക്ക് ധനാഗമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം ധനവിഷയത്തിൽ ചതിവ് പറ്റാതിരിക്കാനാണ്. ശത്രുക്കളുടെ ചതിവിൽപ്പെട്ട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായാൽ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. ഈ കാലഘട്ടങ്ങളിൽ ഇവർക്ക് ചിലവുകൾ ഇവരുടെ നിയന്ത്രണങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും. ഇനി കാര്യതടസ്സങ്ങളൊക്കെ മാറി കാര്യസാധ്യങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. ശരീരക്ഷീണം, രക്തക്കുറവ്, ഇതുപോലെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഇനി ഉണ്ടാകില്ല. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടാനും തൊഴിൽ രംഗം മെച്ചപ്പെടുത്താനും ഇവർക്ക് സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നക്ഷത്ര ജാതകർക്ക് അതിനുള്ള എല്ലാ അവസരങ്ങളും ഇവരെ തേടി വരും. മനസ്വസ്ഥത വർദ്ധിക്കും. നേത്രരോഗം, ശരീരത്തിൽ നീർക്കെട്ട് ഇവയ്ക്കും സാധ്യതയുണ്ട്. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. മക്കളെ കൊണ്ട് ചില സന്തോഷ കാര്യങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. ഭൂമിയുടെയും മറ്റ് കച്ചവടങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കും. ബന്ധുജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകാൻ അവസരം ലഭിക്കും. വ്യവഹാരങ്ങൾ അനുകൂലമായിട്ട് വരും. വാഹനങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ്. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് പറയാം. രോഹിണി നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വർഷത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ ആദിത്യൻ്റെയും ബുധൻ്റെയും അനുഗ്രഹം എപ്പോഴും തുണയായിട്ട് ലഭിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗം മെച്ചപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വരും. മനസ്വസ്ഥത കുറയുമെങ്കിലും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോകാൻ സാധിക്കുന്നതാണ്. ശരീരക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. വഴിയാത്രകൾ കൂടുതലായിട്ട് വേണ്ടിവരും. പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾക്ക് അറുതി വരും. വാക്കുദോഷം കൊണ്ടും കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേണ്ട സമയത്ത് ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യണം. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭിക്കും. വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. ഉദരരോഗം, അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ ഇവ സൂക്ഷിക്കണം. ജലബന്ധിയായ ഉപദ്രവങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. ദോഷനിവാരണത്തിന് ശിവങ്കൽ ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിൽ മകയിരം 3-4 പാദങ്ങൾ, തിരുവാതിര പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. അപ്രതീക്ഷിതമായ ചില ഭാഗ്യ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. വളരെ കാലമായി വിചാരിച്ചിരുന്ന ചില കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം ഇരട്ടിക്കും. ധനലാഭങ്ങൾ ഉണ്ടാകും. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. ശത്രുപീഡകൾ ഉണ്ടാകും. ത്രിദോഷ കോപത്താലുള്ള അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം. യാത്രകൾക്കിടയിലെ വൈഷമ്യങ്ങൾ അതിജീവിക്കും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം. വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും. ധർമ്മകാര്യ പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. പിതൃജനങ്ങളുടെ ശരീരക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങുന്ന സമയമാണ്. അതുപോലെ തന്നെ
വീട് പുതുക്കി പണിയുകയോ കേടുപാടുകൾ തീർക്കുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം എടുക്കരുത്. പാപകർമ്മങ്ങൾക്ക് കൂട്ടുനിൽക്കാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. ഇവർ ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ത്രിമധുരം നേദിക്കുകയും ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കണം. ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് 2024 വിശദമായിട്ടുള്ളൊരു ഫലം ഒന്ന് നോക്കാം. ദാനധർമ്മങ്ങൾ കൂടുതലായിട്ട് ചെയ്ത് സാമ്പത്തിക നഷ്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സഹോദരങ്ങളുമായിട്ട് അകന്നു കഴിയുന്നവർക്ക് ഒരുമിച്ച് താമസിക്കാൻ അവസരങ്ങൾ ലഭിക്കും. ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കും. തർക്ക വിഷയങ്ങളിൽ ജയം ഉണ്ടാകും. പാപകർമ്മങ്ങളിൽ നിന്ന് കഴിയുന്നതും ഒഴിഞ്ഞു നിൽക്കണം. സ്ഥാനക്കയറ്റം ലഭിക്കും. പല പ്രകാരത്തിലുള്ള ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും. മരണതുല്യമായ അവസ്ഥകളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ബന്ധുസഹായം പ്രതീക്ഷിക്കാം. കച്ചവടങ്ങൾ ലാഭകരമായിട്ട് മുന്നോട്ട് പോകും. കർമ്മരംഗം മെച്ചപ്പെടും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ല സമയമാണ്. സ്ഥാപനങ്ങൾ മാറി ജോലിക്ക് ശ്രമിക്കാം. ദോഷനിവാരണത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി കദളിപ്പഴം നിവേദിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ തുടർച്ചയായിട്ട് അലർത്തിക്കൊണ്ടിരുന്ന ഉത്രം നക്ഷത്ര ജാതകർക്ക് ഇനി സാമ്പത്തിക പുരോഗതിയുടെ നാളുകളാണ്. ബന്ധുജനങ്ങളുടെ വിരോധങ്ങളൊക്കെ അവസാനിച്ച് അവരിൽ നിന്ന് കുറച്ച് സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. കാര്യസാധ്യങ്ങളെല്ലാം ഇനി അതിവേഗത്തിലായിരിക്കും. കൂടെ കൂടെ ഇവർക്ക് സന്തോഷ അനുഭവങ്ങൾ ലഭിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തർക്കവും വേണ്ട. മക്കളെ കൊണ്ട് സമാധാന അന്തരീക്ഷവും ഭവനത്തിൽ ഉണ്ടാകും. സ്ഥാനക്കയറ്റങ്ങളോ ഇല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നൊരു സ്ഥലത്തേക്ക് സ്ഥലമാറ്റമോ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. യൂണിഫോം ഫോഴ്സിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും പ്രമോഷൻ സാധ്യതകൾ ഏറി വരുന്നുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടുമെങ്കിലും ചില കുഴപ്പങ്ങൾക്കും ഇടയുണ്ട്. വാദ രോഗബന്ധിയായിട്ടുള്ള വേദനകൾക്ക് ശമനം കണ്ടു തുടങ്ങും. അപവാദം കേൾക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് മുക്തി നേടും. പ്രവൃത്തികളെല്ലാം അതിവേഗത്തിലാകും. മറ്റുള്ളവരെ നിന്ദിച്ച് സംസാരിക്കരുത്. വാക്കുദോഷം മൂലം ഉള്ള കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കുറച്ച് നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് പ്രത്യേക ശ്രദ്ധ വേണം. വിവാഹ ആലോചനകൾ അതിവേഗത്തിൽ ആകും. പുനർവിവാഹിതർ ആകേണ്ടവർക്ക് അവസരങ്ങൾ കൂടുതൽ ലഭിക്കും. പുതിയ വീടിനായിട്ട് ശ്രമിച്ചാൽ സാഹചര്യം പ്രതീക്ഷിക്കുന്നതും വേഗത്തിൽ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ജീവിതത്തിൽ ഒട്ടനവധി കലഹങ്ങൾ മൂലം ബുദ്ധിമുട്ടിയിരുന്ന അത്തം നക്ഷത്ര ജാതകർക്ക് ഇതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. ഭാര്യ ഭർത്തൃ കലഹങ്ങൾ പരിധി വിടാതെ ശ്രദ്ധിക്കണം. ദുഃഖ അനുഭവങ്ങൾ മാറിക്കിട്ടും. വായ്ക്കകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കണം. പലവിധ ആപത്തുകളും ഒഴിഞ്ഞു പോകും. ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. രേഖകളിൽ ഒപ്പിടുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. മനസ്സിന് ആഘാതം ഉണ്ടാക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. കമിതാക്കളുടെ വിവാഹം സഫലമാകാൻ പോകുന്ന സന്തോഷ സുദിനം കടന്നു വരികയാണ്. അതുപോലെ വിവാഹവേദിയിൽ ബന്ധുക്കളുടെ കലഹങ്ങൾ ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഉപാസനാ വിഷയങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാകരുത്. തൊഴിൽ രംഗത്ത് നിന്ന് ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മുറിവ്, ചതവ്, ഒടിവ് ഇവയ്ക്കും സാധ്യതയുണ്ട്. ഇവർ ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ വനദുർഗ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകും. ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. നേത്ര ആരോഗ്യം കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയമാണ്. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. ചില സുഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ഗൃഹ ഉപകരണങ്ങൾ കേടുവന്നത് മാറ്റിവാങ്ങാൻ സാധിക്കും. മനസ്വസ്ഥത ഇരട്ടിക്കും. വിഷഭീതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. യാത്രകൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകും. പാരമ്പര്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും. ഇവർ ദോഷനിവാരണത്തിന് ശിവന് അഘോരമന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.